ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മശാസ്ത്രം എന്ന വിഷയത്തിലോട് ബന്ധത്തിൽ 6-ാമത്തെ സെക്ഷനിലേക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുന്ന ഈ പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമറ്റോളജി, അതിനെ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, പരിശുദ്ധാത്മാവ് ആരാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ദൈവമാണ്, അതിനെക്കുറിച്ച് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങൾ, പഴയ നിയമത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങൾ, അതൊക്കെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഇനി നമുക്ക് വേഗത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് പോരാം. സത്യത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ മാതൃക യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം പറയുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കഴിയുമോ? കഴിയും, പക്ഷെ അത് എടുക്കില്ല കർത്താവ്. എന്തിനാ? നമുക്ക് മാതൃകയാകാൻ. കർത്താവ് സ്വയശക്തി കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് മാതൃകയാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു ഈ ഭൂമി വന്നപ്പോൾ പ്രാർത്ഥനയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് വിധേയമായിട്ടുള്ള ജീവിതമായിരുന്നു. പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ നമുക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തന്നിരിക്കുന്നത്. യേശു എങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും അതുപോലെ നടക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ യേശു തന്നെയാണ് നമ്മളിലും വന്ന് ജീവിക്കുന്നത്. അതാണ് വഴി. എങ്ങനെ യേശു ജീവിച്ച് വഴി കാണും, അതൊരു മാർഗമാണ്. യേശു എങ്ങനെയാണ് ജീവിച്ചത്? പ്രാർത്ഥിച്ച് പിതാവിൽ കേട്ടത് ചെയ്തു, പറഞ്ഞത് ചെയ്തു. നമ്മളും എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക, തന്നെത്താൻ ചിന്തിക്കുക, ക്രൂശെടുത്ത് പിന്നാലെ പോവുക, കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്ന പോലെ കാറ്റുകളുടെ ഉള്ളിടത്തേക്ക് പോവുക. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ക്രിസ്തു പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാം. ജനനത്തിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായത്, അത്യുന്നതൻ്റെ ശക്തി വരുന്നതും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നും, മനുഷ്യനാൽ സാധ്യമല്ലാത്ത ദൈവത്താൽ ഒന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ അറിയാത്ത സ്ഥാനത്ത് മറിയയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതും ഇബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശരീരം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. ആ ജഡം മാംസമായി തീർന്ന അനുഭവമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി വന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് ജഡാവതാരമെടുത്തതെന്ന് പറയാം. ഗർഭവും ജനനവും ഒക്കെ ജനിപ്പിച്ചു എന്നാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി. എന്നാൽ അവസാനം ജനിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിലുള്ളൊരു ജനനം. ലൂക്കോസ് 2:40 വളർച്ച പരിശുദ്ധാത്മാവിലാണെന്ന് കാണാൻ പറ്റും. അഭിഷേകം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സ്നാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചു. അഭിഷേകവും ആത്മസ്നാനം തമ്മിൽ വ്യത്യാസമുണ്ട്, നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലുള്ള പരീക്ഷയ്ക്കായിട്ട് മർക്കോസ് 1:21 അവിടെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു കൊണ്ടുവരും. അങ്ങനെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. അങ്ങനെ ഗലീലയിലേക്ക് പോകുമ്പോൾ ആത്മനിറവോടുകൂടെയും പിന്നീട് ആത്മശക്തിയോടുകൂടെ വരുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അളവ് കൂടാതെ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാണ് യോഹന്നാൻ 3:34 പറഞ്ഞത്. തൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ യെശയ്യാവ് 42 ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ, ഇതാ ശുശ്രൂഷകൾക്കായി ഗലീലയിലേക്ക് പോകുമ്പോൾ ആത്മശക്തിയോടെ. തൻ്റെ പ്രസംഗം പോലും ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രസംഗിക്കുന്നതും ഇപ്പോൾ ആ വചനം നിവർത്തിയ എന്ന് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്. രക്തസ്രാവ സ്ത്രീ സൗഖ്യമായത് കർത്താവിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മ ശക്തിയായിരുന്നു. പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ തന്നിൽ പരിശുദ്ധാത്മ ശക്തി വന്നത് മരിക്കുന്ന സമയത്തും കർത്താവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതും പരിശുദ്ധാത്മ ശക്തിയായിരുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അങ്ങനെ മരണവേളയിലും എബ്രായർ 9:14 വായിച്ചതുപോലെ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു നിത്യാത്മാവിനാൽ.
പുനരുദ്ധാനത്തിലും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിരുന്നു. റോമാലേഖനം 8:5-11, 1 പത്രോസ് 3:18 വാക്യം. സ്വർഗാരോഹണത്തിലും അപ്പോസ്തലൻ പൗലോസ് 1:11, അതുപോലെ യോഹന്നാൻ 7:39 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുമെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനെതിരെ ദൂഷണം പറയരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെക്കുറിച്ച് നല്ല സവിസ്തരമായൊരു ക്ലാസ്സും കർത്താവ് എടുത്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം നമ്മളത്ര ആഴമായിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി പുതിയ നിയമകാലത്തിലേക്ക് വരാം. പുതിയ നിയമകാലത്തിലേക്ക് എന്ന് പറയുമ്പോൾ കൃപായുഗം, പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാമണം വരെയാണ് ഈ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ സംഘം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2-ാം അധ്യായത്തിൻ്റെ 47 വരുമ്പോൾ അവരാരായിത്തീർന്നു? സഭയായിത്തീർന്നു. സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകത്തിലെ ജനത്തിനെ 3ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. യഹൂദന്മാർ, അതായത് അബ്രഹാമിലൂടെ വാഗ്ദത്ത സന്തതിയിലൂടെ ഇസഹാക്കും അവൻ്റെ വാഗ്ദത്തസന്തതിയായ യാക്കോബും യാക്കോബിൻ്റെ 12 മക്കളും കുടുംബവും അവരുടെ എല്ലാവരും കൂടി കൂടിയാണ് യഹൂദന്മാരെന്ന് പറയുന്ന അവരുടെ തലമുറയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിലും ഇവിടെ കൊച്ചിയിലും മാളയിലും ഒക്കെ ഉണ്ടായിരുന്നവർ. ഈ ജാതികൾ എന്ന് പറയുന്നത് നോഹയ്ക്ക് 3 മക്കളുണ്ടായത് നമുക്കറിയാം. കുടുംബമായിട്ട് അവരുടെ മക്കളിൽ അബ്രഹാമിൻ്റെ 7 മക്കളും കുടുംബവും ഏശാവിൻ്റെ കുടുംബവും, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വേറെ മക്കളുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. ഇന്നത്തെ തലമുറ ഇതൊക്കെ ആയിട്ടുള്ള അവരാണ് എന്ന് പറഞ്ഞാൽ ജാതികളായിരിക്കുന്ന യഹൂദന്മാരല്ലാത്ത ഈ ഭൂമിയിലുള്ള രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ജാതികളിലാണ്. പിന്നെയാണ് സഭ, അതായത് ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയാൽ ജാതികളുടെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഇതിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എക്ലീഷ്യ, അവരാണ് സഭ. ഈ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഇങ്ങനെ പകരപ്പെടുമെന്നുള്ള ഒരു പ്രവചനം ഉള്ളതായിട്ടാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഞാൻ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ അതാണ് നിവർത്തീകരിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:16 എടുത്തുദ്ധരിച്ച് പറയുന്നുണ്ട്. സ്നാപയോഹന്നാനും പറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, നിങ്ങളവൻ പരിശുദ്ധാത്മാവിനാ. യേശു തന്നെ പറഞ്ഞു അതിനായിട്ട് കാത്തിരിക്കണം, ശക്തി ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടാകും, സത്യത്തിൻ്റെ ആത്മാവാണ്, കാര്യസ്ഥനാണ്. ഇതൊക്കെ യേശു എന്ത് ചെയ്തിരുന്നു, പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പഴയ നിയമകാലത്തിലും എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് സഭയുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് സത്യത്തിൽ സഭയെ പണിയുമായിട്ടുള്ള കാര്യത്തിൽ നോക്കുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മാവാണ് പണിയുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എഫേസ്യ ലേഖനം 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അത് വ്യക്തമാക്കിയാണ്. പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ ഒരു അംഗത്വം കൊടുക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോസ്തല പ്രവൃത്തി 4:7 രക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ തന്നെ 12:13 2 കൊരിന്ത്യർ 3:6 ഗലാത്യ ലേഖനം 3:27 വായിക്കുമ്പോൾ അവരെ ഒരുക്കി ക്രിസ്തുവിനെ വിളിച്ചു പറയാനുള്ളതായ വിശ്വാസം കൊടുക്കുക, പാപബോധം കൊടുക്കുക, ഇതൊക്കെ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 3:8 ആത്മാവിൻ്റെ ശുശ്രൂഷക്കാരെന്ന് തന്നെ പറയണത് സഭയ്ക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ. ശിക്ഷാവിധി നടപ്പിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ പൗലോസിലൂടെ പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും. അവനെ പുറത്താക്കി കളയുക, അവനും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒക്കെ ആയിട്ട്. അതുതന്നെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ വരുമ്പോഴും പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ അത് പെട്ടത് അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഉപമിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ദൈവത്തോട് തന്നെ കാര്യമാണ്.
പരിശുദ്ധാത്മാവിന് വ്യാജം കാണിപ്പാൻ, ദൈവത്തോട് വ്യാജം കാണിപ്പാൻ. അത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ പരിശുദ്ധാത്മാവാണ് അധ്യക്ഷരാക്കി വെക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28. രക്തം കൊണ്ട്, യേശുവിൻ്റെ ജീവൻ കൊണ്ട് സമ്പാദിച്ചതാണ് സഭ. ആ സഭയിൽ അധ്യക്ഷരാക്കി വെക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും. അവിടെ പറഞ്ഞു പരിച്ഛേദന കേൾക്കണം, പ്രശ്നമായി. അവിടെ ഒന്നും സംസാരം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ അതിനുള്ള പരിഹാരം വരുത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ട് അവസാനം എഴുതിയപ്പോൾ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവ് തോന്നിയിരിക്കുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 15:28 എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ എത്ര വലിയ പ്രശ്നക്കാർ, അല്ലെങ്കിൽ സുപ്രീം കോടതി ആയാലും പോലീസുകാരായാലും അവരുടെ മുമ്പിൽ അപ്പോൾ പറയേണ്ട വാക്ക് സ്റ്റെഫനാസിനോ കൊടുത്തതുപോലെ നമുക്കും തരും എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്റ്റെഫാനോസ് പ്രസംഗിച്ചപ്പോഴേക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റിയിരുന്നു. അത്രയ്ക്ക് ജ്ഞാനം കൊടുത്തു. അത് കർത്താവും മത്തായിയുടെ സുവിശേഷം 10:19-20 പറഞ്ഞിട്ടുണ്ട്. സഭ വരികയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം വേണമെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. അപ്പോൾ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിച്ചത്. ഇനി നമുക്ക് സമയം അനുവദിക്കുന്നത് പോലെ നമുക്ക് അടുത്ത ചിന്ത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തിയിൽ ചെയ്ത ചില ശുശ്രൂഷകളാണ്. അത് വലിയ ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ സമയമെടുക്കുന്നില്ല, കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ചുരുക്കമായിട്ടങ്ങ് പറഞ്ഞു. ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. 4 ഇടങ്ങളിൽ ആത്മപകർച്ച നടന്നിട്ടുണ്ടെങ്കിലും പെന്തക്കോസ്ത് നാളിന് മുമ്പ് ഇവിടെ വ്യത്യസ്തമായൊരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഭയാകുന്ന ആലയത്തിൽ പഴയ നിയമത്തിൽ ആ ആലയം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഓരോരോ ആത്മാവ് ഇവിടെ വന്നു പിന്നീട് അതിനെ വിട്ടുപോയതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാ സഭയാകുന്ന ആലയത്തിലേക്ക് പരിശുദ്ധാത്മാവരാണ്. അവിടെ പെന്തക്കോസ്തിൻ്റെ നാള് പൂർണ്ണമായി വന്നപ്പോൾ ഫുള്ളി കം, അന്ന് പെന്തക്കോസ്ത് നാളിൽ പുളിച്ച അപ്പം കൂടി വെക്കാമെന്ന് നമുക്ക് ലേവ്യ പുസ്തകം 9:27 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യാഗത്തെ അഗ്നി കൊണ്ട് ഉത്തരമരുളണം. പെന്തക്കോസ്ത് പെരുന്നാൾ ഒരു നിഴലായിരുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ആരംഭം. സീനായി പർവ്വതത്തിൽ വെച്ച് കൽപ്പന കൊടുത്തതും ആ സമയം തന്നെയാണ്. അന്ന് 3000 പേരായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിൽ ഇവിടെ 3000 പേര് രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനെ ഏകദേശം 18 ഭാഷക്കാരായിരുന്നു ഈ 120 പേര് അവിടെ അന്യഭാഷ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. പക്ഷേ എന്നാൽ ചിലരൊക്കെ അത് തിരിച്ചറിയാതെ പോയപ്പോൾ അവർ വീഞ്ഞു കുടിച്ചതാണെന്ന് പറയാനായിട്ട് കഴിയാത്ത. ആദ്യം വീട് നിറച്ചു, പിന്നീട് അവർ ഓരോരുത്തരെ നിറച്ചു. അവരുടെ മേൽ പതിഞ്ഞത് അവർ പിന്നീട് ശക്തിമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. ശമരിയയിലെ ആത്മപകർച്ചയാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. ഫിലിപ്പോസ് അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പത്രോസും യോഹന്നാനും ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് കാണാനായിട്ട് കഴിയുന്നു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ വെളിപ്പെട്ടു വന്നത് അങ്ങനെയാണ്. പിന്നീട് അവർ ശമരിയ നിന്നും പരിശുദ്ധാത്മാവ് തന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് കാണാൻ കഴിയുന്നത് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലുള്ള പരിശുദ്ധാത്മ സ്നാനം. അങ്ങനെ അവരുടെ മേൽ അന്ന് വന്നതുപോലെ തന്നെ നമ്മുടെ മേലും വന്നല്ലോ എന്ന് പത്രോസ് പറയാനായിട്ട് എടുത്തിരുന്നു. ഓരോ അന്വേഷകൾ സ്തുതിക്കുന്നതും പ്രവചിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. എഫെസസിലുള്ള ആത്മപകർച്ചയാണ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ. അവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിൽ അത് ആവശ്യമാണ്, നമ്മൾ അതിനെ ചോദിക്കണം. നമുക്ക് യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ചപ്പോൾ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവുന്നു. ചിലപ്പോൾ ആത്മസ്നാനം പ്രാപിക്കുന്നതിന് മുമ്പേ
ചിലരെന്ത് ചെയ്യാം. അപ്പോൾ ആ ചോദ്യം ഇന്നും നിലയടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ അതിനെക്കുറിച്ച് വാഞ്ചിക്കുക, ആഗ്രഹിക്കുക. ഓക്കെ, അങ്ങനെ ശക്തമേറിയ പല അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെന്നാണ് നമ്മൾ ചിലപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയെ വിളിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവൃത്തികളായിരുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരിശുദ്ധാത്മാവ് ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നോക്കാം. ആരാധന പ്രോസിക്യൂനിയോ എന്ന പദത്തിന് അനുസരണം കാണിക്കുക എന്നുള്ള ഒരു വാക്കുകൂടിയുണ്ട്. ബഹുമാന പുരസ്കരം സാഷ്ടാംഗം പ്രമാണിച്ചു കിടന്ന് ഭക്തിയും ആദരവും പ്രകടിപ്പിക്കാൻ നമസ്കരിക്കുക എന്ന അർത്ഥമൊക്കെ ഇതിനുണ്ട്. നിലംബര കുനിഞ്ഞ് സ്വാഗതം ചെയ്തതായിട്ട് കാണാൻ പറ്റും. വീണ് നമസ്കരിച്ചതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പണ്ട് കാലത്ത് പ്രായമുള്ളവരുടെ ബുദ്ധി കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആത്മാവിലെ സത്യത്തിലുള്ള ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23 പറഞ്ഞു. ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ യേശുവും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോഴാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നടക്കുന്ന നിത്യതയിൽ ഉയരത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണല്ലോ. അങ്ങനെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആത്മനിറവോടുകൂടെ സ്തുതിക്കുക എന്നുള്ളതാണ്, സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആരാധനയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത്, യഹോവയ്ക്ക് മഹത്വവും സ്തുതിയും കൊടുക്കണമെന്നുള്ളത്. വിഗ്രഹത്തെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കാൻ പാടില്ല. ദേവന്മാരെ ആരാധിക്കാൻ പാടില്ല. ആകാശ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. അന്യ ദൈവങ്ങളെയും ആകാശരാജ്ഞിയെ, ആകാശ സൈന്യത്തെയും ഭൂതങ്ങളെയും ദൈവസൃഷ്ടിയായ ആരാധിക്കാൻ പാടില്ല. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. പോപ്പിനെ ആരാധിക്കാൻ പാടില്ല. പുണ്യവാളന്മാരെ ആരാധിക്കാൻ പാടില്ല. ന്യായപ്രമാണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് ആരാധനയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ ഇതെല്ലാം ആരാധിക്കാൻ പാടില്ല. പോപ്പിനെ ആരാധിക്കാൻ പാടില്ല. പുണ്യവാളന്മാരെ ആരാധിക്കാൻ പാടില്ല. മറിയത്തെ ആരാധിക്കാൻ പാടില്ല. മാമോനെ ആരാധിക്കാൻ പാടില്ല. ഇങ്ങനെ ദ്രവ്യത്തെ ആരാധിക്കുന്നവർ, മാമോനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആരാധനയല്ല. ഇപ്പോൾ നമുക്കൊരു സഭായോഗത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ഉണ്ടാകണമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 14:26 ഒന്ന് നോക്കാം. സങ്കീർത്തനത്തിൽ അവനെ ഘോഷിക്കാൻ പറയുന്നു. വാദ്യോപകരണങ്ങൾ പാടി ആരാധിക്കുകയാണ്. പുതിയ നിയമത്തിൽ സങ്കീർത്തനം തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ എഫേസ്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നും ഒന്ന് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളാലും എന്നാണ്. അത് നമ്മുടെ പഴയ നിയമത്തിലെ സങ്കീർത്തനം എന്നാണോ? അതും എടുക്കാം. പക്ഷേ അല്ലാതെ നമുക്ക് സങ്കീർത്തനം എന്ത് ചെയ്യണം? സ്വന്തമായിട്ടുണ്ടാക്കണം. സങ്കീർത്തനം എന്ന പാട്ട്. പിന്നെ പറഞ്ഞിരിക്കണം സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. സങ്കീർത്തനം പഴയ നിയമത്തിലെ ഉണ്ടായിരുന്നു. ആത്മീയ ഗീതവും അന്ന് വച്ചിരുന്നു. ഇന്നും നമ്മുടെ സഭകളിലൊക്കെ പാട്ട് പാടി ആരാധിക്കുന്നുണ്ടല്ലോ. വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ പാടിയ മിസ്രൈമിലെ ആ ശക്തിയെല്ലാം വീണ് കഴിഞ്ഞപ്പോൾ മിര്യാമിൻ കൂട്ടരും പാടി ആരാധിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് യുദ്ധത്തിൽ വിടുതൽ കിട്ടിയപ്പോൾ ദെബോരയും അവിടെ നമുക്ക് പാടുന്നത് കാണാൻ കഴിയും. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയപ്പോൾ ഹന്ന 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ സന്തോഷിക്കുന്നതാണ്. രോഗശാന്തി മൂലം യേശു പ്രസംഗിക്കുന്നത് കേട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുള്ളതായ പാട്ടുകൾ പാടുമ്പോൾ ആ രോഗസൗഖ്യം ഇന്നും നടക്കും എന്നുള്ളതാണ്.
പ്രവചനാത്മാവിൽ പാടിയ അനവധി ഗാനങ്ങൾ നമുക്ക് തെളിവായിട്ട് വചനത്തിലുണ്ട്. വാക്തത്വം നിറവേറിയപ്പോൾ 1 ശമൂവേൽ 46 ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളാണ്. ഊമനായിരുന്ന സക്രിയാവ് സന്തോഷത്തോടെ പാടിയതും നമുക്ക് ലൂക്കോസ് 6:79 വേണം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ദൂതന്മാരുടെ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പാട് ആട്ടിൻകുട്ടി അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൂതന്മാർ പാടിയിട്ടുണ്ട്, ശിമോൻ പാടിയിട്ടുണ്ട്. ഉപദേശങ്ങൾ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. പരിജ്ഞാനം എന്നാണ് അതിൻ്റെ ശരിയായ നോസിസ് എന്നുള്ള, അല്ലെങ്കിൽ സോഫിയ. അങ്ങനെ അവിടെ കൃപാവരങ്ങൾ അതിലൂടെയും വെളിപ്പെടണം. വെളിപ്പാട് നിങ്ങൾ കൂടി വരുമ്പോൾ വെളിപ്പാടുണ്ടെന്ന് പറയണം. ഇത് സഭയ്ക്ക് അത്യാവശ്യമാണ്. ദർശനം എന്ന് പറയാം. പ്രാർത്ഥന, പ്രാർത്ഥനയിൽ ആന്തരികമായ വെളിപ്പാട് ലഭിച്ച് മറപ്പൊരുളായിരുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലിസിസ് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തെ ആ പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നീട് അന്യഭാഷയുണ്ട്, അന്യ ഭാഷാവരവുമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. അന്യഭാഷ കിട്ടിയവൻ പിന്നീട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കവിടെ പിന്നീട് കൂടുതൽ ചിന്തിക്കാം. തമ്മിൽ പഠിക്കുക, ബുദ്ധി ഉപദേശിക്കുക, ഇതെല്ലാം ആത്മാവിൽ നിറഞ്ഞു വേണം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പുതിയ നിയമ ആരാധനയോട് ബന്ധത്തിൽ ഒന്ന് ചുരുക്കമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പുതിയ നിയമത്തിൽ ഇനിയും നമുക്ക് കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഏകദേശം 25ഓളം കൃപാവരങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അഭിഷേകം എന്താണ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ എടുത്ത ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ അല്പസമയം ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഉണ്ടെന്നും ഏകദേശം 387 പ്രാവശ്യം ആത്മാവെന്ന പദം കൊടുത്തിരിക്കുന്നതും പരിശുദ്ധാത്മ സ്നാനം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പേരുകൾ കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏകദേശം 35 പേരുകളാണുള്ളത്. ആ പേരിനോട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട്. പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവ് ആളത്വമാണ്. സാരാംശത്തിൽ ഏകത്വം, ആളത്വത്തിൽ നാനാത്വവും ആയ മൂന്നത്വങ്ങൾ. ഓക്കെ, പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഒന്നാണോ, അതുപോലെ ആത്മസ്നാനത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ എന്താണ്, എന്തല്ല, അന്യഭാഷ അടയാളങ്ങളായിരിക്കുന്നത്, അന്യഭാഷയുടെ ഗുണങ്ങൾ, ഉപയോഗങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, അഭിഷേകം എന്താണ്, ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത പ്രാവശ്യം 7ാമത്തെ സെക്ഷനായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ട് പുത്രനോടുള്ള ബന്ധപ്പെട്ടൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. ജീവനുള്ള ദൈവമാണെന്നും സർവശക്തനാണെന്നും സർവജ്ഞാനമുള്ളവനാണെന്നും സർവ്വവ്യാപിയാണെന്നും നിത്യതയുള്ളവനാണെന്നും വിശുദ്ധിയുള്ളതാണെന്നും സ്നേഹമുള്ളവനാണെന്നും സത്യമുള്ളവനാണെന്നും നല്ലവനാണെന്നും സഹവർത്തിത്വം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതുമാണെന്നും വ്യക്തിത്വത്തിന് മാറ്റമില്ലാതെ സാരാംശത്തിൽ ദൈവത്വത്തിൽ മറ്റ് 2 ആളത്വം പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ട്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ സൃഷ്ടിപ്പിലെ പങ്കാളിത്തം, അത് മനുഷ്യനെ സൃഷ്ടിച്ചത്
യോബ് 33:4 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പുനഃസൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമി ഉദ്ധരിക്കപ്പെടുന്നത്, അത് പാഴും ശൂന്യമായിരുന്ന സ്ഥാനത്ത് ഉദ്ധരിക്കപ്പെട്ടത്. തിരുവെഴുത്തുകൾ 40-ലധികം പേർ 1500 വർഷങ്ങൾ കൊണ്ട് ചെയ്തപ്പോൾ അത് പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തി ചെയ്യിപ്പിച്ചു. പിന്നീട് നമുക്ക് മറ്റൊരു കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ് വീണ്ടും ജനനത്തിൽ, വിശുദ്ധീകരണത്തിൽ, സഭാസ്ഥാപനത്തിൽ, സ്നാനത്തിൽ, അഭിഷേകത്തിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത പ്രാവശ്യം കൂടുതലായിട്ട് ചിന്തിക്കും. ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിച്ച് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ അല്പസമയം മാത്രം ഒന്നെടുത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇച്ഛാശക്തിയുള്ളവനാണെന്നും ബുദ്ധിയുള്ള ജ്ഞാനമുള്ളവനാണെന്നും മനസ്സ് ഉള്ള ചിന്തകളുള്ളവനാണെന്നും വികാരങ്ങളിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വാദിക്കുന്നു, സാക്ഷിക്കുന്നു, ഉപദേശിക്കുന്നു, ബോധം വരുത്തുന്നു, വഴി നടത്തുന്നു, അറിയിച്ചു തരുന്നു, പക്ഷപാതം ചെയ്യുന്നു, പ്രബോധിപ്പിക്കുന്നു, പകർത്തു കൊടുക്കുന്നു, ഏറ്റെടുക്കുന്നു, നിയോഗിച്ചു, അതുപോലെ ആജ്ഞാപിക്കുന്നു, നിയമിക്കുന്നു, പറഞ്ഞയക്കുന്നു, എവിടേക്ക് പോകുന്നു ആ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, എടുത്തുകൊണ്ടു പോകുന്നു, സംസാരിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു, നിർബന്ധിക്കുന്നു, സ്നേഹം കേൾക്കുന്നു, കേൾക്കുന്നു, തോന്നുന്നു, ഇച്ഛിക്കുന്നു, വിളിക്കുന്നു, തെളിവായി പറയുന്നു, വിലയ്ക്കുന്നു, മധ്യസ്ഥത ചെയ്യുന്നു, ചിന്തിക്കുന്നു, ആരാഞ്ഞു ഗ്രഹിച്ചറിയുന്നു. ഇവിടെ എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളത് നേരത്തെ ചിന്തിച്ചതിൻ്റെ ചില കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയുന്നതാണ്. പരിശുദ്ധാത്മാവ് ജെറുസലേം കൗൺസിലും അങ്ങനത്തെ പോലെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു. സഭയിൽ ശുശ്രൂഷകനായിട്ട് നിയമിക്കുവാനും പിതാവ് പുത്ര പരിശുദ്ധാത്മാവാണ് നിയമിക്കുന്നത്. നമുക്ക് മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കാൻ 1 കൊരിന്ത്യർ 12:28 വായിക്കുമ്പോൾ അത് മനസ്സിലാവും. യെശയ്യാവ് 4:18. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സദൃശ്യമായിരിക്കുന്ന എലിയാസറിനെ കുറിച്ചും വെള്ളം, പ്രാവ്, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ആകയാൽ നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പെന്തക്കോസ്ത് നാളിലും യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവുണ്ട്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവമേ, ഈ നാളുകളിൽ ഞങ്ങൾ യേശു ഒരു മാതൃകയായിരിക്കുന്നത് പോലെ ഈ ലോകത്തിലെ മറ്റുള്ളതല്ല ഞങ്ങളെ സഹായിക്കുന്നത്. മാനുഷിക ശക്തി കൊണ്ട് ഞങ്ങൾക്കൊന്നും കഴിയില്ല. അങ്ങ് തന്നെ ഞങ്ങളെ ഒന്നും ജീവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിലേക്ക് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും ഏൽപ്പിക്കുകയാണ്. അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും അവർക്ക് ആവശ്യമായ ദൈവിക അനുഗ്രഹങ്ങളെ കൊടുത്ത് ദൈവിഷ്ടം മനസ്സിലാക്കി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൂടുതൽ ആഴം പഠിച്ച് ദൈവം അവരെ മാനിക്കണം, അനുഗ്രഹിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.